നമുക്ക് ബീഹാറാണ് നമ്മളിതിലെ ആദ്യത്തെ സംസ്ഥാനം. അന്ന് നമ്മളൊക്കെ വല്ലാതെ പേടിച്ചു. കേരളത്തിലേക്ക് വരുമ്പോൾ അത് കുറയും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. 7 കോടി വോട്ടർമാരുള്ള ബീഹാറിൽ 54 ലക്ഷം പേരാണ് പുറത്തു പോയതെങ്കിൽ 2.25 കോടി ഉള്ള 7 കോടിയുള്ള ബീഹാറിൽ 2.25 കോടിയുള്ളിടത്ത് 24 ലക്ഷം പുറത്തുപോയി എന്ന് മാത്രമല്ല 20 ലക്ഷം ആളുകൾ ഹിയറിങ്ങിന് ഹാജരാവണം. ഒരുപക്ഷെ 24 + 20 44 എന്ന് കണക്ക് കൂട്ടുന്നതായിരിക്കും നല്ലത്. അതിൽ കുറച്ച് പേരൊക്കെ ഹിയറിങ്ങിലകത്ത് കയറിയേക്കാം. അതിൽ മരണപ്പെട്ടു പോയ ഒരു 6 ലക്ഷം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എവിടെയെന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് മുമ്പിലുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് വളരെ ധൃതിപ്പെട്ട് ഒരു പ്രയാസങ്ങൾ സൃഷ്ടിച്ച് പ്രത്യേകിച്ചും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അതേ സമയത്ത് തന്നെ ഈ SIR അടിച്ചേൽപ്പിച്ച് പിന്നീട് അതിനുവേണ്ടിയുള്ള കോടതി നടപടികൾ വീണ്ടും ഒരു എക്സ്റ്റൻഷൻ 18 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയ ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സും ഈ SIRും ഒരേപോലെയാണ് തുടങ്ങിയത്. ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങൾ പരിശീലനം കൊടുത്ത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന്. വീടുകളാന്തരം കയറുന്ന ആളുകൾക്ക് ഒരു വീട്ടിൽ കയറി വോട്ട് ചോദിച്ച് 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് അരമണിക്കൂറും 3/4 മണിക്കൂറും ഞങ്ങൾ നിന്നത് ഈ SIRന്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരുപക്ഷെ ആ ജാഗ്രതയാണ് ഇത്രയെങ്കിലും ആളുകൾ ഇതിനകത്തേക്ക് കയറിയതിൻ്റെ കാരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പുറത്താക്കപ്പെട്ടവർ പുറത്തു പോയവരെ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് നമ്മൾ ജാഗ്രതയാണോ എന്ന് അജിംസ് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ വോട്ടർ പട്ടിക എല്ലായിടത്തും എത്തിച്ചു. ഇന്നലെ തന്നെ യോഗം കൂടി വോട്ടർ പട്ടിക കൊടുത്ത് പഠനം തുടങ്ങി. ആ പഠനം തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത്ര ധൃതിപ്പെട്ടതിൻ്റെ റിസൾട്ട് അതിനകത്തുണ്ട്. അച്ഛനുള്ള സ്ഥലത്തല്ല മകളുള്ളത്, മകളുള്ള സ്ഥലത്തല്ല അമ്മയുള്ളത്. ബൂത്തുകൾ, പുതിയ ബൂത്തുകൾ ഏകദേശം ഒരു പഞ്ചായത്തിൽ ശരാശരി 5-6 ബൂത്തുകളെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ട്. ബൂത്തുകളുടെ ഭൂമിശാസ്ത്രം മാറി. അപ്പോൾ പുതിയ ബൂത്തുകൾ വന്നു. ആ ബൂത്തുകളിലൊന്നും BLO വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മാസക്കാലം BLOയുടെ സേവനം അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പത്രസമ്മേളനത്തിനകത്ത് തന്നെ പറഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആശാ വർക്കർമാരെയോ അംഗനവാടിക്കാരെയോ ഒക്കെ നോക്കാമല്ലോ എന്ന ഒരു അലസമായ മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ അംഗനവാടി ടീച്ചർമാർ തന്നെ BLOമാരാക്കി. അല്ല, ഇന്നലെ അദ്ദേഹത്തിന് പത്രസമ്മേളനത്തിനകത്ത് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പുതുതായി വരുന്ന ബൂത്തുകൾക്കകത്ത് BLO ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺക്രീറ്റ് ആയ ഒരു ഡിസിഷൻ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അവിടെയാണ് നമ്മൾ തട്ടിപ്പിനെ പേടിക്കുന്നത്. നേരത്തെയൊക്കെ അലന്തിലോ അല്ലെങ്കിൽ മഹാദേവപുരയിലോ അംഗനവാടി ടീച്ചർമാരെ പറഞ്ഞപ്പോഴാണ് എൻ്റെ വാർഡിലെ BLOയോട് ഞാൻ ഈ ഫോം പൂരിപ്പിച്ച് നൽകുന്ന കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്ത് തരാമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം പോലും ഇല്ലാത്ത ഒരാളെയാണ് BLO ആക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ച ആളുകൾ BLOമാരാണ്. ആ BLOമാർ ചില ആളുകൾക്കൊക്കെ അത് അപ്ലോഡ് ചെയ്യാൻ ശേഷിയുള്ള അല്ലെങ്കിൽ IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ടാവും. അല്ലാത്ത അംഗനവാടി വർക്കർമാരെ പോലെയുള്ള അടുത്ത കാലത്ത് മാത്രം സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനം നേടിയ ആളുകളൊക്കെ ഒരു 1.5 മാസക്കാലം പെട്ട കഷ്ടപ്പാട് അവരുടെ വീട്ടിനകത്തേക്ക് നമ്മൾ വോട്ട് ചോദിച്ച് രാത്രിയൊക്കെ പോകുമ്പോൾ പെട്ട മക്കളൊക്കെ ഇരുന്നു കൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കഷ്ടപ്പാടും അവരുടെ പ്രഷറുമൊക്കെ ആത്മഹത്യ വരെ സംഭവിച്ചത് നമ്മൾ കണ്ടു. എന്തിനായിരുന്നു ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ധൃതി എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഉത്തരം കിട്ടാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഇത് മുറിച്ച് ഇപ്പം എനിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ബൂത്തിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ മുറിച്ച് പുതിയ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോഴാണ് നമ്മളൊന്നും കാണാത്ത ആളുകളെ എല്ലായിടത്തും എന്ന് പറയുന്നതിന് വളരെ സെലക്റ്റീവായ ഇടത്തേക്ക് WWW അച്ഛനായ അല്ലെങ്കിൽ 0 ഹൗസ് നമ്പറുള്ള ആളുകളൊക്കെ കയറി വരാൻ വേണ്ടിയുള്ള ഒരു വഴി ഒരുക്കിയതാണോ എന്ന സംശയമാണ് ഉള്ളത്. അത് കേരളത്തിനെ സംബന്ധിച്ചോളം നമുക്ക് വളരെ പേടിക്കേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും BJP ഒക്കെ ഒരു എഡ്ജിൽ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് സംഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. എത്ര അലേർട്ടായി കഴിഞ്ഞാലും നമ്മൾക്കറിയാം ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ അലേർട്ടാവും, അല്ലെങ്കിൽ സിറ്റികളിൽ പാർട്ടി പ്രവർത്തനങ്ങളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അലേർട്ടാവുകയും ചെയ്യാം. പക്ഷെ ചിലയിടങ്ങളിലെങ്കിലും അന്തിമ വോട്ടർ പട്ടികയ്ക്ക് ശേഷവും വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. ആ യാഥാർത്ഥ്യത്തിന് മുമ്പുള്ളൊരു ജ്യൂസ് അടിക്കലാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങളിങ്ങനെ ധൃതിപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അലേർട്ടായി നിൽക്കുമ്പോൾ എല്ലാവരും ആശങ്കയിലേക്ക് വഴിമാറിപ്പോയ സമയത്ത് ആരെങ്കിലുമൊക്കെ കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, പൊന്നാനിക്കാരൻ തൃശ്ശൂരിൽ പോയി വോട്ട് ചെയ്യുന്നു, തിരുവനന്തപുരത്തുകാരൻ തൃശ്ശൂരിൽ പോയി വോട്ട് ചെയ്ത ഒരു സാഹചര്യം കേരളത്തിനകത്ത് പോലും ഉണ്ടായിട്ട് നമ്മളൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഞങ്ങൾ അലേർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട് ബൈ ഇലക്ഷൻ ജൂൺ മാസത്തിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് വോട്ട് ചേർക്കുന്നവരുടെ പട്ടിക അന്ന് തന്നെ എടുത്ത് അവരിവിടുത്തുകാരാണോ എന്ന് ഉറപ്പുവരുത്തി ആവശ്യമായ പ്രക്രിയകൾ നമ്മൾ ചെയ്യണമെന്ന് പാലക്കാട് ഇലക്ഷനിൽ ചെയ്തിരുന്നു. അതൊരു പരിധിവരെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതേ